പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. യേശുക്രിസ്തുവിലേറെ സ്നേഹമുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതിയുവാക്കന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും നല്ലൊരു സ്നേഹവന്ദനം അറിയിക്കട്ടെ. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം, സ്നേഹം, വാത്സല്യം ഇതെല്ലാമാണ് ഇന്ന് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവസരമെന്ന് പറയും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴും നിങ്ങളിത് കേൾക്കുമ്പോഴും ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യമുണ്ട്. എനിക്കിത് കേൾക്കാൻ സാധിക്കുന്നു, ഇത് കാണാൻ സാധിക്കുന്നു. ഇതിലൂടെ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം, ഒരു ചേഞ്ച് എനിക്ക് ചെയ്യാൻ സാധിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവർ, വചനത്തിലൂടെ, സുവിശേഷത്തിലൂടെ ദൈവം ആഗ്രഹിക്കും. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 1:15 കാണുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കും. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ദൈവവചനത്തിലൂടെ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട ജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ഇതാ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ നമുക്ക് മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധന്മാരോട് ചേർന്ന്, അപ്പോസ്തലന്മാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ വാഴ്ത്തി പാടി സ്തുതിച്ച് ആ ദൈവീക അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വേദഭാഗം നമുക്ക് ഒത്തിരി സുപരിചിതമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങളാണ്. നമുക്കറിയാം, കൊത്തിനെ പട്ടണത്തിൽ സംഭവിച്ച സുവിശേഷം പറയുന്നത് യേശുക്രിസ്തു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുറിയാനി സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് നോമ്പ് തുടങ്ങുന്ന ആഴ്ച, പേതൃത്വ ഞായറാഴ്ച എന്ന് ചില സ്ഥലങ്ങളിലേക്ക് വിളിക്കാറുണ്ട്. ആ ഞായറാഴ്ച പിതാക്കന്മാർ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും വേദഭാഗമാണ് ഈ വേദഭാഗം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ. കൊത്തിനെ ഞായറാഴ്ച എന്നാണ് അതിന് വിളിക്കുന്നത്. കൊത്തിനെ പട്ടണത്തിൽ നടന്ന ഒരു സംഭവം, നമുക്ക് ആ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയും യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും എല്ലാം വിരുന്നിന് പോയിട്ടുണ്ട്. നമുക്കറിയാം, യഹൂദ പാരമ്പര്യം അനുസരിച്ച് കല്യാണം വളരെ ആർഭാടത്തോടും സന്തോഷത്തിൻ്റെ ഒരു അനുഭവം കൂടിയാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടുകയും, അതൊരു പക്ഷേ നമ്മുടെ കേരളത്തിലും ആ ഒരു ട്രഡീഷൻ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. കല്യാണ തലേദിവസമാണെങ്കിലും കല്യാണമാണെങ്കിലും ഏറ്റവും മനോഹരമാക്കുക, ബന്ധുക്കളെല്ലാം ഒരുമിച്ച് ചേർന്ന് ആഘോഷപൂർവ്വമായ ഒരു വിവാഹം. ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമ്മൾ തന്നെയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിനെല്ലാം മാറിയിട്ടുണ്ട്. ഇത് തന്നെ അവിടെ സംഭവിച്ചു. അവിടെ സംഭവിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ സ്വാഭാവികമായിട്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവരുടെ ഈ ഭക്ഷണക്രമത്തിൻ്റെ ഒരു ഭാഗമാണ് വൈൻ എന്ന് പറയുന്നത്, വീഞ്ഞ്. അത് തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ ആ ഭവനത്തിലെ കുറവിനെ മനസ്സിലാക്കുന്നു. അമ്മ ഇടപെടുന്നു, പുത്രൻ തമ്പുരാനോട് പറയുന്നു. പുത്രൻ തമ്പുരാൻ പറഞ്ഞു, എനിക്കിപ്പം സമയമൊന്നും ആയിട്ടില്ല. എന്നാലും അമ്മ പറഞ്ഞു, അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവിൻ. അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. എന്താണ്? ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ കേൾക്കുമെന്ന് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു എന്ത് ചെയ്യാൻ പറയുന്നോ അത് നിങ്ങൾ ചെയ്തുകൊള്ളുക. ഇത് മാത്രമേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. അവിടെ പരിചാരകരോടും പറഞ്ഞു, നിങ്ങൾ അവൻ പറയുന്ന പോലെ. 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുകയാണ്, അവൻ്റെ അമ്മ പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇത്രേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? അവൻ എന്താണോ, പുത്രൻ തമ്പുരാൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ചെയ്തുകൊള്ളു. സഭ വിശ്വസിക്കുക അതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അമ്മ പുത്രൻ തമ്പുരാൻ എന്തു പറയുന്നു അത് നിങ്ങൾ പാലിച്ചാൽ മതി. പുത്രൻ തമ്പുരാൻ നമ്മോട് ഈ കാലഘട്ടത്തിൽ സംസാരിക്കും നമുക്കറിയാം, വചനത്തിലൂടെയാണ് അല്ലേ. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ പറയുകയാണ്, ആദ്യകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിച്ച്. ഈ കാലഘട്ടത്തിൽ തൻ്റെ പുത്രൻ തമ്പുരാനിലൂടെ വചനമാകുന്ന, വചനമാംസമായ യേശുക്രിസ്തുവിലൂടെ നമ്മോട് സംസാരിക്കും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. അമ്മ പറഞ്ഞു, നിങ്ങൾ അവൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇത്രയും പറഞ്ഞുള്ളൂ. പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് ചെയ്തുകൊള്ളുക. അങ്ങനെ പരിചാരകന്മാരോട് യേശുക്രിസ്തു പറയുകയാണ്. അവൻ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. എന്താണ്? അവിടെ കുറേ കൽഭരണികൾ ഇരിപ്പുണ്ട്. അത് യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 എണ്ണം ഉണ്ട്. 6 കൽഭരണികളുണ്ട്. അങ്ങനെ കൽഭരണികളിൽ പച്ചവെള്ളം നിറയ്ക്കാൻ പറയുകയാണ്, വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അത് നല്ല വീഞ്ഞായിട്ട് മാറുകയുണ്ടായി. ആ വീഞ്ഞ് പിന്നീട് കൊടുത്തപ്പോൾ പന്തിപ്രമാണി പറയുന്നു, ഇത്രയും നല്ല വീഞ്ഞ്
നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം തന്നില്ല? സാധാരണ എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് നല്ല വീഞ്ഞ് കൊടുത്ത് മത്ത് പിടിപ്പിച്ച ശേഷം വീര്യം കുറഞ്ഞ അത്ര രസമല്ലാത്ത വൈനാണ് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ തിരിച്ചാണല്ലോ ചെയ്തേ എന്നൊക്കെ പന്തിപ്രമാണി അവിടെ പറയുന്നുണ്ട്. ഈ വേദഭാഗം 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം യേശുക്രിസ്തു നമ്മോട് പറയുന്നുണ്ട്. അത് പരിചാരകന്മാരോട് പറഞ്ഞതാണ് വെള്ളം നിറയ്ക്കാൻ. വെള്ളം നിറയ്ക്കാൻ അവിടെ 6 കൽഭരണികളുണ്ടായിരുന്നു. അത് കാലിയായിരുന്നു. നമ്മളൊരു പച്ചവെള്ളമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാനൊരു പച്ചവെള്ളമാണ്. ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഞാൻ എന്തായിത്തീരുള്ളൂ? നല്ല വീഞ്ഞായി മാറുവാൻ സാധിക്കുള്ളൂ. ഇനി എന്നിൽ പച്ചവെള്ളം നിറയ്ക്കണം. കൽഭരണിയിൽ പച്ചവെള്ളം നിറച്ചു. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? നല്ല വീഞ്ഞായിട്ട് അത് മാറിയത്. ഞാനാകുന്ന കൽഭരണി എന്നിൽ പച്ചവെള്ളം നിറയ്ക്കാൻ യേശുക്രിസ്തു തയ്യാറാണ്. പരിചാരകന്മാർ ഇത് അടുത്തൊന്ന് നിൽപ്പുണ്ട്. അപ്പോസ്തലന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, നമ്മുടെ മുമ്പിൽ ജീവിച്ച അനേകം പിതാക്കന്മാരുണ്ട്. അവരെല്ലാം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്താണ്? ഈ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇനി ഈ കൽഭരണി വെള്ളം നിറയ്ക്കണമെങ്കിൽ ഈ കൽഭരണി എന്തായിരിക്കണം? ശൂന്യമായിരിക്കണം. ശൂന്യമായ അവസ്ഥയിലാണോ എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്? എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഇതിൽ വെച്ചിരിക്കുന്നത്. ഏതെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നിട്ടും ഞാൻ ഒഴിവാക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളെന്ത് പറയുകയാണ്? ഇത് ദൈവം തന്നതാണ്, എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്ക് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനൊന്നും വിട്ടുകൊടുക്കാതെ നീ പിടിച്ചു വച്ചിരിക്കുന്ന നിൻ്റെ കൽഭരണിയാവുന്ന ഹൃദയത്തെ ശൂന്യമാക്കാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിന് ചെയ്യാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, നീ ഒന്ന് ഒഴിഞ്ഞു മാറ്. നീ ചില പാപങ്ങളെ ഈ ആരും അറിയാതെ താലോലിക്കുന്നുണ്ടെങ്കിൽ, ചില തിന്മകളെ സ്വാധീനിച്ചിട്ടുണ്ട്, ചില തഴക്ക പാപങ്ങൾ, ചില തെറ്റായ കൂട്ടുകെട്ടുകൾ, ചില ബന്ധനങ്ങളായി നിനക്ക് കിടപ്പുണ്ട്. നീ അത് ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒഴിഞ്ഞ കൽഭരണിയായി നീ മാറണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ. വെള്ളം വചനമാണ്. നീ വെള്ളത്താലും ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം, അല്ലേ? അപ്പോൾ വെള്ളം ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലേ? വിധാനം ഇതിനുമേൽ വെള്ളത്തെ 2ആയി തിരിച്ചു. അങ്ങനെ വെള്ളമാകുന്ന ഒരു മനസ്സ് നിറയ്ക്കാൻ, അല്ലെങ്കിൽ വചനമാകുന്ന ഒരു ആത്മാവിനെ എൻ്റെ ശരീരത്തിൽ നിറയ്ക്കാൻ സാധിക്കുന്ന തലത്തിൽ എൻ്റെ ഹൃദയം ശുദ്ധീകരിച്ചാൽ മാത്രമേ പ്രിയമുള്ളവരെ ഏറ്റവും നല്ല പ്രോഡക്റ്റായിട്ട് ഈ ഭൂമിയിൽ നമ്മളെ എക്സ്പോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ആരെയാ? ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. ഞാനാകുന്ന വ്യക്തി, എന്നിൽ ഞാൻ കണ്ടെത്തിയ, ഞാൻ മനസ്സിലാക്കിയ, ഞാൻ പഠിച്ച, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് അനുസൃതമായ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റാണ് മറ്റുള്ളവരുടെ മുമ്പ് നമ്മൾ അവതരിപ്പിക്കുമ്പോഴേ. എന്നാൽ ക്രിസ്തുവാണ് എന്നെ പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ നീ പ്രതിഷ്ഠിക്കുന്നതിനും അപ്പുറത്ത് എന്നാൽ ബെസ്റ്റിനേക്കാളും മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? എത്ര നിന്നെ ശ്രേഷ്ഠമാക്കാൻ സാധിക്കുമോ അത്രയ്ക്കും ശ്രേഷ്ഠമാക്കാൻ ആർക്ക് സാധിക്കും? യേശുക്രിസ്തുവിന് സാധിക്കും. പ്രിയമുള്ളവരെ, തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം നിറയ്ക്കാനുള്ള അവസരം ഞാൻ ചെയ്തു കൊടുക്കണം, അല്ലേ? ഈ ഹൃദയമാകുന്ന കൽഭരണി വെള്ളം നിറയ്ക്കാൻ തരത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനെ ശൂന്യമാക്കണം. അതിൽ കിടക്കുന്ന ചില അഴുക്കുകൾ കിടപ്പുണ്ട്, ചില പാപ സ്വാധീനങ്ങൾ, ചില തിന്മയുടെ കൂട്ടുകെട്ടുകൾ, ഇങ്ങനെ തുടങ്ങി അനേകം കാര്യങ്ങൾ, തെറ്റായ ചിന്തകൾ, വിചാരങ്ങൾ, ഭാവനകൾ, വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ പിടിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വേരൂന്നി കിടക്കുകയാണ്. വിട്ടുകൊടുക്കാതെ അവനിങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുക. അവൻ എന്ത് ചെയ്യണം? കാലിയാക്കണം. ഇനി എങ്ങനെ കാലിയാക്കാൻ സാധിക്കുക നമുക്ക്?
കാലിയാക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് ഇതെല്ലാം കർത്താവിന് കൊടുക്കുക. എങ്ങനെ നമുക്ക് കർത്താവിന് കൊടുക്കാൻ സാധിക്കും? ചുമ്മാ പോയി പറഞ്ഞാൽ മതി, കർത്താവെ നീ ഇതെടുത്തോ എന്ന് പറഞ്ഞാൽ ദൈവം എടുക്കും, പക്ഷെ ശൂന്യമായി തീരുമോ? അതിനൊരു വിശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ തിന്മകളും പാപങ്ങളും കൽപ്പന ലംഘനങ്ങളും എല്ലാം ഞാൻ ദൈവത്തിന് കൊടുത്ത ശേഷം എന്തു ചെയ്യണം? അത് ശുദ്ധീകരിക്കപ്പെടണം. അതല്ല ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം തൊട്ടുള്ള ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് വായിച്ചാൽ അവിടെ കാണാൻ സാധിക്കും, യേശുക്രിസ്തു അവനെ തൊട്ട് സൗഖ്യമാക്കി. അവൻ പറയുന്നുണ്ട്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ഞാൻ നിന്നെ അവനെ കൈ നീട്ടി തൊട്ടു, സൗഖ്യപ്പെടുത്തിയിട്ട് അവൻ പറഞ്ഞു, നീ ഇതാരോടും പറയരുത്, ഞാൻ ദൈവപുത്രനാണെന്ന് നീ ആരോടും പറയരുത്. പക്ഷേ മോശ കൽപ്പിച്ച പ്രകാരം നീ എന്ത് ചെയ്യണം? ആചാര്യന്മാരുടെ അടുക്കൽ പോയി നീ നിന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കണം. കണ്ടോ? അപ്പം നമ്മളെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കാൻ എവിടെ ചെല്ലണം? ആചാര്യൻ്റെ അടുക്കൽ ചെല്ലണം. അങ്ങനെയാണെങ്കിൽ നീ ഒഴിഞ്ഞു മാറാൻ, അല്ലെങ്കിൽ നിൻ്റെ ഹൃദയമാകുന്ന കൽഭരണിയെ വിശുദ്ധീകരിക്കാൻ, അതിന് കിടക്കുന്ന അഴുക്കുകളെ എടുത്തു മാറ്റിക്കൊണ്ട് നിന്നെ തന്നെ ശുദ്ധീകരിക്കാൻ നീ തയ്യാറായാൽ നീ പോകേണ്ടത് ഒരു ആചാര്യൻ്റെ അടുക്കലായിരിക്കണം. ഒരു പൗരോഹിത്യമുള്ള പുരോഹിതൻ്റെ അടുക്കൽ നീ ചെല്ലണം. നീ ചെന്ന് നിൻ്റെ മനസ്സിലെ ഭാരങ്ങളും നീ ചെയ്തു കൂട്ടിയ തിന്മകളും പാപങ്ങളും എത്ര വലുതായിക്കോട്ടെ, യെശയ്യാപ്രവാചകനിലൂടെ നമ്മോട് പറഞ്ഞല്ലേ, നിൻ്റെ പാപം എത്ര കടും ചുമപ്പായിക്കോട്ടെ ഞാനത് വെണ്മുളതാക്കി തീർക്കാം. എത്ര രക്താംബരം പോലെ ചുമന്നിരുന്നാലും കുഴപ്പമില്ല, ഞാനെന്ത് ഹിമം പോലെ ഞാൻ വെളുപ്പിക്കും. അത്രയ്ക്ക് പ്രിയമുള്ളവർ, അത്രയ്ക്ക് സ്നേഹമാണ് ആർക്ക്? യേശു ക്രിസ്തുവിന് നമ്മളെ. ദൈവത്തിന് അത്ര ഇഷ്ടമാണ് നമ്മളെ, മനുഷ്യന് അത്ര ഇഷ്ടമാണ്. നീ ഒന്ന് നിന്നു കൊടുത്താൽ മതി. കർത്താവേ ഞാൻ എൻ്റെ വിശുദ്ധീകരിച്ച പോലെ കർത്താവേ ഞാൻ എൻ്റെ അഴുക്കുകളെല്ലാം എടുത്ത് കളഞ്ഞോളാം എന്ന് നീ ഒന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് നീ മുട്ടുകുത്തി നിന്ന് പുരോഹിതൻ്റെ അടുക്കൽ നീ ഏറ്റുപറയുന്ന നിമിഷം, പശ്ചാത്താപത്തോടും അനുതാപത്തോടും നിൻ്റെ പാപങ്ങളെ നീ ഏറ്റുപറയുന്ന നിമിഷം, ഇതാ അദൃശ്യമായ കരം, കർത്താവിൻ്റെ കരം, അപ്പോസ്തലന്മാർക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ നൽവരത്തിൽ നിന്ന് പുരോഹിതൻ നിൻ്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ പറയും, നീ ഏറ്റുപറഞ്ഞ പാപം ക്ഷമിച്ചിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഞാൻ പാപമോചനം നൽകുന്നു. ഒരു അബ്സൊല്യൂഷൻ പ്രയർ അല്ലേ, പാപവിമോചന പ്രാർത്ഥന. പുരോഹിതൻ്റെ കരങ്ങൾ വഴി അദൃശ്യമായ ക്രിസ്തുവിൻ്റെ കരം തന്നെയാണത്. അവൻ നമ്മുടെ തലയിൽ കൈവച്ച് എന്തു ചെയ്യും? നമ്മളെ തന്നെ വിശുദ്ധീകരിക്കും. നിൻ്റെ ഹൃദയത്തിലെ അഴുക്കുകൾ, തിന്മകൾ, പാപസ്വാധീനങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, എല്ലാറ്റിനെയും വിശുദ്ധീകരിക്കുവാൻ കഴിവുള്ളവനായ ദൈവം യേശുക്രിസ്തു അവൻ കൽഭരണിയിൽ പച്ചവെള്ളം നിറയ്ക്കാൻ പരിചാരകന്മാരോട് പറഞ്ഞു, അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഈ ഇരിക്കുന്ന ജനത്തിനോട് നിങ്ങൾ എന്തു ചെയ്യണം? എൻ്റെ വചനം, സുവിശേഷം പറയണം. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് എങ്ങും പോരുത്. എന്ത് ചെയ്യാൻ? ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അപ്പോസ്തലന്മാർ തങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന ജനത്തിനോട് ഇതാ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ഇതാ പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് പറഞ്ഞപ്പോൾ അവിടെ നിന്ന ജനം മുഴുവൻ നിലവിളിച്ച് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ആകാംക്ഷയോടെ ആ ജനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എല്ലാ അഴുക്കുകൾ എടുത്തു മാറ്റിക്കൊണ്ട് ഒഴിഞ്ഞ കൽഭരണിയായി മാറ്റി. ഏതാ പത്രോസ് ശ്ലീഹ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, യേശുക്രിസ്തുവിൽ നിങ്ങൾ മാമോദീസ സ്വീകരിക്കണം, ജ്ഞാനസ്നാനം സ്വീകരിക്കണം, മാമോദീസ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച് കൽഭരണി പച്ചവെള്ളമായ സാധാരണ ജനങ്ങളായിരുന്നവരിതാ ദൈവം ക്രൈസ്തവരാക്കി ഉയർത്തി, ക്രിസ്തു എന്നിൽ വസിക്കുന്നവനായി മാറ്റി. തയ്യാറാണോ? എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന കൽഭരണികളുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങളുടെ അപ്പനും അമ്മയിൽ നിന്ന് ലഭിച്ചതായിരിക്കാം, അമ്മയുടെ ഉദരവത്തിൽ നിന്ന് രൂപപ്പെട്ടതായിരിക്കാം. ചില വിട്ടുമാറാത്ത ചില ദേഷ്യങ്ങളും ചില കോപങ്ങളും ചില അസൂയകളും വിദ്വേഷവും വെറുപ്പും തെറ്റായ ചില ഒരു പ്രവണതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, മനുഷ്യ സഹജമാണ്. എന്നാൽ
അതിനെ മാറ്റാൻ ഞാൻ തയ്യാറാണെങ്കിൽ നിന്നെ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിയായി യേശുക്രിസ്തു ഉയർത്തും. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആരും അറിയാതെ, കാണാതെ, ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, മക്കളറിയാതെ, അപ്പനും അമ്മയും അറിയാതെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതെന്ത് ചെയ്യണം? അതെല്ലാം കഴുകി വൃത്തിയാക്കണം. ഒഴിഞ്ഞ കൽഭരണിയെ വിശുദ്ധീകരിക്കപ്പെടണം. സഭയിലൂടെ, കുമ്പസാരം എന്ന കൂദാശയിലൂടെ നിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, നിൻ്റെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട്, അനുതപിച്ചുകൊണ്ട് നീ ഏറ്റുപറയുന്ന നിമിഷം പുരോഹിതൻ്റെ കരങ്ങൾ വഴി അപ്പോസ്തോലിക സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതാ നിനക്ക് ലഭിക്കുന്ന പാപവിമോചന പ്രാർത്ഥനയിലൂടെ നിൻ്റെ ഹൃദയം എന്തായിത്തീരും? ഒഴിഞ്ഞ, വിശുദ്ധീകരിക്കപ്പെട്ട നല്ല ഒരു ഹൃദയത്തിനുടമയായി മാറും. ഇല്ല, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരുന്നു. മാംസളമായ ഹൃദയം, കഠിന ഹൃദയമല്ല, മാംസളമായ ഫ്രഷ് ഹാർട്ടാണ്. അതിനകത്ത് എന്ത് ചെയ്യണം? വചനം, വെള്ളം നിറയ്ക്കണം. വചനം നീ നിറച്ചു കഴിയുമ്പോൾ നീ പോകുന്ന വഴിയിലൂടെ, നീ ചെല്ലുന്ന വഴികളിലൂടെ നിന്നെ കാണുന്നവർക്കെല്ലാം ഈ വചനത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള വചനത്തിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവാണ് സ്നേഹം നിന്നിലൂടെ ഒഴുകാൻ തുടങ്ങും. അപ്പം നീ എന്തായിത്തീരും? പുതിയ ഒരു മനുഷ്യൻ, പുതിയ വീഞ്ഞായി നമുക്ക് മാറാൻ സാധിക്കും. നമ്മെ രുചിച്ച് നോക്കുന്ന വ്യക്തി, നിൻ്റെ അടുക്കൽ വന്ന് ഒന്ന് സംസാരിക്കുന്ന വ്യക്തിക്ക്, നിൻ്റെ അടുക്കൽ വന്ന് ഒരു വിഷമം പറയുമ്പോൾ, ഒരു വേദന പറയുമ്പോൾ, ഒന്ന് പങ്കുവെക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം, പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന നിൻ്റെ ഹൃദയത്തിലെ വചനം, ആ വചന കവാടത്തിൽ നിന്നും ഇതാ സ്നേഹത്തിൻ്റെ അരുവി ഒഴുകാൻ തുടങ്ങി. യോഹന്നാൻ 7:37 ഇതാ ജീവജലത്തിൻ്റെ അരുവി എന്നിൽ നിന്നും ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകുന്ന നിന്നെ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ യേശുക്രിസ്തു പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ പ്രതിഷ്ഠിച്ചവരാണ് പ്രിയമുള്ളവർ ഓരോ ക്രൈസ്തവരും. ഓരോ ക്രൈസ്തവനിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ലോകം മുഴുവൻ പോയി എന്ത് ചെയ്യണം? എൻ്റെ സുവിശേഷം അറിയുക. ഓരോ ക്രൈസ്തവൻ്റെ ദൗത്യമാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പോലും സുവിശേഷം പറയുന്നുണ്ടോ? നമ്മുടെ മക്കളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കുകയാണ്. കൊച്ചിനെ വഴക്ക് പറയാൻ നമ്മൾ പേടിക്കുകയാണ്. യഥാർത്ഥത്തിൽ വഴക്ക് പറഞ്ഞാൽ മുഖം മാറുന്നു. അയ്യോ, എൻ്റെ കൊച്ച് വിഷമിച്ചു, ഞാനതുകൊണ്ട് ഇനി എന്ത് ചെയ്യും? വഴക്ക് പറയില്ല. തെറ്റ് കാണുമ്പോൾ നമ്മളതിനെ മൂടി വയ്ക്കുകയാണ്. അപ്പനോട് പറയുന്നില്ല, അമ്മയോട് പറയുന്നില്ല. സഹോദരന്മാർ പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റാണ്. എന്ത് സംഭവിക്കുന്നു? ഈ കുഞ്ഞ് ഇന്ന് ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നാളെ വലിയ തെറ്റ് ചെയ്യാൻ ഒരു മടിയും കാണത്തില്ല. നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമായി പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തെ ഒഴിഞ്ഞ, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയമാക്കി മാറ്റുമ്പോൾ, അതിലൂടെ ദൈവം നിറച്ച വചനമാകുമ്പോൾ, വെള്ളമാകുമ്പോൾ അത് ശ്രേഷ്ഠമായിരിക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ വെള്ളം നിറച്ചപ്പോഴാണ് അത് ഏറ്റവും മേൽതരമായ വീഞ്ഞായി മാറിയത്. അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞ വചനം, ദൈവം പറഞ്ഞ കാര്യം ഞാൻ അനുവർത്തിക്കുമ്പോൾ ഞാൻ എന്തായിത്തീരും? ഏറ്റവും ശ്രേഷ്ഠ മേൽതരമായ വ്യക്തിത്വത്തിന് ഉടമയായിട്ട് ഞാൻ തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകളെല്ലാം സംഭവിച്ചു. എത്ര വലിയ പാപി ആയിക്കോട്ടെ, യെശയ്യാപ്രവാചകനോട് പറഞ്ഞ പോലെ നീ എത്ര വലിയ തെറ്റ് ചെയ്തവനായിക്കോട്ടെ, പക്ഷേ യേശുക്രിസ്തു നിന്നെ വിളിച്ചാൽ, യേശുക്രിസ്തു നിന്നെ സ്നേഹിച്ചാൽ, യേശുക്രിസ്തു നിന്നെ ഒന്ന് തൊട്ടാൽ, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരെ ദൈവം വിളിച്ചതാണ് അല്ലേ? ഒരു കഴിവുമില്ലാത്തവർ, മുക്കുവന്മാർ, മീൻപിടുത്തക്കാർ, വലിയ പാണ്ഡിത്യമൊന്നുമില്ല. പക്ഷേ യേശുക്രിസ്തുവാണ് അവരെ വിളിച്ചത്. നിങ്ങൾ എന്നെ അനുഗമിക്കുകയും ഫോളോ മീ എന്ന് പറഞ്ഞ് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നോ അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് അവരിറങ്ങിപ്പോകുന്നത്. പക്ഷെ അവരെ ഉയർത്തിയില്ലേ? ലോകം മുഴുവൻ അപ്പോസ്തലന്മാരെക്കുറിച്ച് ആദരിക്കുന്നില്ലേ? മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നില്ലേ? പെരുന്നാളുകൾ നടക്കുന്നില്ലേ? പിന്നെ യേശുക്രിസ്തു പറഞ്ഞത്, അവൻ തൊട്ടു, കുഷ്ഠരോഗിയെ തൊട്ടു, മുടന്തനെ തൊട്ടു, ചെകിടനെ തൊട്ടു, തളർവാദ രോഗിയെ തൊട്ടപ്പോൾ അവന് മാറ്റമുണ്ട്, അവൻ പുതിയ വ്യക്തിയായി മാറി. അങ്ങനെ അനേകരെ, വ്യഭിചാരിണിയായി പിടിക്കപ്പെട്ട സ്ത്രീയെ ഒന്നും പറഞ്ഞില്ല, പോട്ടെ സാരമില്ല,
ഞാൻ നിന്നെ ഒന്നും വിധിക്കാൻ വരുന്നില്ല, പക്ഷെ നീ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? മേലിൽ പാപം ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തൻ്റെ അടുക്കൽ വരുന്നവനെ സ്നേഹിച്ചും കരുതിയും താലോലിച്ചും കൊണ്ടു നടക്കുന്ന ഒരു ദൈവം, അവൻ്റെ പേരാണ് യേശുക്രിസ്തു. സ്നേഹം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. അങ്ങനെ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശമുള്ള ഏക വ്യക്തി എൻ്റെ ദൈവം. പൗലോസ്ലീഹായ്ക്ക് അത് കണ്ടപ്പോഴാണ് പ്രിയമുള്ള ഇറങ്ങിത്തിരിച്ചത്. ക്രിസ്തുവിനെ അവൻ അടുത്തറിഞ്ഞപ്പോൾ അവൻ അപ്പോസ്തലനല്ല, അപ്പോസ്തലന്മാരുടെ ഗണത്തിലല്ല, വചനം അങ്ങനെ പറയും. എങ്കിലും അപ്പോസ്തലന്മാരെ പോലെ ജീവിച്ചവനാണ്. വിജാതിയരുടെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവാണ് നേരിട്ട് നിയമിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളായിരിക്കുന്ന വ്യക്തികൾ, നമ്മുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം സുവിശേഷം. തിന്മയെ തിന്മയായി കാണുവാൻ, തെറ്റിനെ തെറ്റായി കാണുവാൻ അവരെ പഠിപ്പിക്കണം ചെറുപ്പം മുതൽ. നീ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അവനെ വിമർശിക്കാനും അതിൽ നിന്നും മാറി നിർത്താനും മാറ്റി നിർത്താനും ഉപദേശിക്കാനും ഒരു അപ്പനും അമ്മയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് സുവിശേഷം, എന്ത് ക്രൈസ്തവർ? അതുകൊണ്ട് തീരുമാനമെടുക്കണം പ്രിയമുള്ളവരെ. നീ എന്ത് ചെയ്യണം? നീ ഒഴിഞ്ഞ ഒരു ഹൃദയമാകുന്ന ഒരു കൽഭരണിയായി മാറുക. ക്രിസ്തു നിറയ്ക്കട്ടെ നമ്മളിൽ. നീ നിറയ്ക്കണ്ട. നീ നിറച്ച് വെച്ച ഒത്തിരി ഉണ്ട്, സമ്പത്തുണ്ട്, മക്കളെ ഉണ്ട്, പലതിനെയും നീ അകത്താക്കി വെച്ചിട്ടുണ്ട്. ആരും അറിയാതെയും അറിഞ്ഞും നീ അകത്താക്കി വെച്ചിരുന്ന പല കാര്യങ്ങൾ, അതെല്ലാം പുറത്തേക്ക് ഇട്ട് എല്ലാം കളഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട് പുരോഹിതനടുക്കൽ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമിച്ചും സ്നേഹിച്ചും പശ്ചാത്തപിച്ചും അനുതപിച്ചും നീ എന്ത് ചെയ്യണം? നീ വിശുദ്ധീകരിക്കണം. എന്നിട്ട് ദൈവം നിറയ്ക്കുന്ന വെള്ളം, വചനമാകുന്ന വെള്ളം നിന്നിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇതാ മേൽത്തരം വ്യക്തിയായി നല്ല ക്രൈസ്തവൻ നിന്നെ നോക്കി വിളിക്കും പ്രിയമുള്ളവർ. നിൻ്റെ സ്വഭാവം കണ്ട്, നിൻ്റെ ജീവിത രീതി കണ്ട്, നിൻ്റെ ഇരിപ്പ്, നടപ്പ്, ചിരി എല്ലാം കണ്ടുകൊണ്ട് പറയും അവൻ ക്രിസ്ത്യാനിയാണ്. വിളിക്കാൻ ആഗ്രഹമുണ്ടോ? നിന്നെ നോക്കി ഈ ജനം, ഈ സമൂഹം ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നീ തയ്യാറായിക്കൊള്ളുക. ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുക. നിൻ്റെ ഹൃദയത്തിലെ എല്ലാ തിന്മകളും എടുത്തു കളഞ്ഞുകൊണ്ട് നിന്നെ സ്വാധീനിച്ച പല കാര്യങ്ങൾ കാണും. സോഷ്യൽ മീഡിയ വഴിയോ മറ്റേതെങ്കിലും മാർഗം വഴി, നീ കണ്ടു വളർന്ന ജീവിത സാഹചര്യങ്ങൾ വഴി, നിൻ്റെ കൂട്ടുകാർ വഴി, നിൻ്റെ പൂർവ്വപിതാക്കന്മാർ, നിൻ്റെ കുടുംബക്കാർ വഴി, ബന്ധുമിത്രാദികൾ വഴി, മറ്റേതെല്ലാം രീതിയിൽ നിന്നെ സ്വാധീനിച്ച പലതും കാണും. അതിനെല്ലാം എടുത്തു കളഞ്ഞ് ക്രിസ്തു നിന്നെ സ്വാധീനിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിന്നെ സ്വാധീനിക്കട്ടെ. അങ്ങനെ സ്വാധീനിക്കപ്പെട്ട് നീ ഒരു മേൽത്തരം വ്യക്തിയായി, ഏറ്റവും ശ്രേഷ്ഠനായി, നിന്നെ നോക്കി ഒരു ക്രൈസ്തവനാണെന്ന് വിളിക്കുന്ന തലത്തിൽ നീ ഉയരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ വചനം അതിന് മുഖാന്തരമായി തീരണം. ഒഴിഞ്ഞ കൽഭരണിയിൽ പച്ചവെള്ളം മേൽത്തരം വീഞ്ഞായെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഞാൻ. ഈ ജന്മം, ഈ ഭൂമിയിലെ എൻ്റെ മനുഷ്യജന്മം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠത നീ മനസ്സിലാക്കിക്കൊണ്ട് നിന്നിൽ വചനമാകുന്ന വെള്ളം പുതിമേൽത്തരം വീഞ്ഞായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകണം. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നീ എന്നിൽ വസിക്കുവാനും നിൻ്റെ വചനത്തിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടുവാനും മേൽത്തരം വ്യക്തിയായി ക്രൈസ്തവനായി മാറുവാനും നീ എത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നീ അതിനു വേണ്ടിയല്ലേ ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ എന്നെ സ്നേഹിക്കാൻ, എന്നെ രക്ഷപ്പെടുത്താൻ നീ ഇറങ്ങി വന്ന് പീഡാസഹനം നീ ഏറ്റെടുത്തില്ലേ? കാൽവരി ക്രൂശിലേക്ക് നീ പോയില്ലേ? നീ കുരിശുമരണം സ്വീകരിച്ചില്ലേ? എന്നെ ഒന്ന് നീ സ്പർശിക്കണമേ, നീ ഒന്ന് വിളിക്കെന്നെ. നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ അഴുക്കുകളും തിന്മകളുടെ സ്വാധീനവും പാപങ്ങളും കൽപ്പന ലംഘനങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി കുംഭസാരം എന്ന കൂദാശയിലൂടെ പാപത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചന പ്രാർത്ഥനയിലൂടെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് എന്നിൽ മേൽത്തരം വീഞ്ഞായി മാറുന്ന വചനത്തിലൂടെ എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണം. ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ രഹസ്യപാപങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം പശ്ചാത്തപിക്കുക, നീ അനുതപിക്കുക. നിന്നിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ, നിൻ്റെ ജീവിതത്തിലൂടെ ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമുക്ക് ശക്തി നൽകാൻ നമ്മുടെ മുമ്പിൽ ജീവിച്ച അനേകം ആളുകൾ, പരിശുദ്ധ അമ്മ, അപ്പോസ്തലന്മാർ, വിശുദ്ധന്മാർ,
അനേകം പൂർവ്വപിതാക്കന്മാർ അവരുടെ എല്ലാ മാധ്യസ്ഥം ദയറാക്കാരായ ഈഹിതാക്കാരെയും എല്ലാവരുടെയും പിതാക്കന്മാരുടെ എല്ലാ മാധ്യസ്ഥം നമുക്ക് നേടാം. മാലാഹന്മാരുടെ മാധ്യസ്ഥം നമുക്ക് നേടി പ്രാർത്ഥിക്കാം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശു ക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.